ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓനിയൻ ഊത്തപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ദോശമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പം ഞാനതിനു വേണ്ടി നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദോശമാവ് ഈ ഒരു തിക്നെസ്സോടുകൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന അതേ മാവ്. ഇനി അതിനൊക്കെ ആവശ്യമായിട്ട് ഞാനിപ്പം ഒരു സവോള എടുത്തിട്ടുണ്ട്. അത് ഈ രീതിയിലല്ലാതെ നീളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിടാം. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോളയും ക്യാരറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേറെ രീതിയിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ പാകത്തിന് അരിഞ്ഞേക്കുന്നതേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇത് നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം ഞാനിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ദോശ ഉണ്ടാക്കുന്ന ഏതിലാണെന്ന് വെച്ചാൽ അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ മാവ് ഒഴിച്ചെടുക്കുക. അപ്പം ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അധികം പരത്തി കൊടുക്കണ്ട, കുറച്ച് കട്ടി വേണം. അപ്പോൾ ഈ ഒരളവിന് മാത്രം പരത്തി കൊടുക്കുക. ഇനി ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊമളകൾ വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ സവോളയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഒനിയനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കായപ്പൊടി അല്ലെങ്കിൽ സാമ്പാർ പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും ദോശയിൽ. അപ്പം ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് ഈ സവോള ക്യാരറ്റൊക്കെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒന്ന് അടച്ചു വെച്ച് ഒരു 30 സെക്കൻഡോളം നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അധികം നേരം വെക്കേണ്ട, അടിവശം കരിഞ്ഞു പോകും. അപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ എടുത്തു ഒരു 30 സെക്കൻഡ് വെച്ചാൽ മതിയാകും. അതിനുശേഷം നമ്മൾക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതായത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ. അടിവശം ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത്. ഇനി നമുക്ക് വീണ്ടും ഒരു 30 സെക്കൻഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഊത്തപ്പം റെഡിയാവും. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒനിയൻ ഊത്തപ്പം. ഏറ്റവും സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ദോശമാവും നമ്മുടെ സവോളയും ക്യാരറ്റും പച്ചമുളകും മാത്രം മതി, നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാം. ഇത് ചട്നിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇത് വെറുതെ ആണെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു ഫോർ വാച്ചിങ്.